Okay, good morning, dears. So, in today's class, we would be discussing about common communicable diseases in your paper Health and Hygiene. Okay, so ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റ് വഴി സ്പ്രെഡ് ആവുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഫ്ലുവൻസ. നമുക്കറിയുന്നതാണിത്. ഫ്ലൂ എന്ന് കോമൺലി നമ്മളതിന് പേരിട്ട് വിളിക്കും. നമ്മൾ പനി ജലദോഷം പോലെ തന്നെ ജലദോഷമാണ് ഇതിന് മെയിനായിട്ടുള്ള സിംറ്റം. ഓക്കെ, സിംറ്റംസ് പഠിച്ചു വെക്കുക. ഫീവർ, കഫ്, സോർ ത്രോട്ട്, അതേപോലെ ബോഡി ഏക്സ്, ഫറ്റീഗ് ആൻഡ് കഞ്ചഷൻ. ഫറ്റീഗ് പറഞ്ഞാൽ ക്ഷീണം. പിന്നെ കഞ്ചഷൻ പറയുമ്പോൾ ഇതേപോലെ നമ്മൾ തൊണ്ടയിൽ കഫം കെട്ടിയ പോലെയുള്ള രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഇത് സിവിയർ ആയാൽ എന്താവും, ന്യൂമോണിയ പോലത്തെ ഇഷ്യൂസ് വരും, എസ്പെഷ്യലി എൽഡർലി, അതേപോലെ വീക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ലൈക്ക് HIV പേഷ്യൻസ്. ഇനി ഇതിന് ട്രാൻസ്മിഷൻ പറയുമ്പോൾ ചുമ ജലദോഷം പറഞ്ഞ പോലെ തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്, ലൈക്ക് ഡ്യൂറിങ് കഫ്, സ്നീസിങ് ആൻഡ് ആഫ്റ്റർ ടച്ചിങ് ദ സർഫസസ് ദാറ്റ് ഈസ് ഇൻഫെക്റ്റഡ്. ആൻഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും വാക്സിനേഷൻസ് ഉണ്ട്, ആനുവലി എടുക്കേണ്ടതാണെന്ന് വെച്ചാൽ പെർ ഇയർ ഫ്ലൂ ഷോട്ട്സ് എടുക്കാനുള്ളതുണ്ട്. ആൻഡ് അതർ ഹൈജീൻ പ്രാക്ടീസസ് ലൈക്ക് ഹാൻഡ് വാഷിംഗ്, അവോയ്ഡിങ് ക്ലോസ് കോൺടാക്ട് വിത്ത് സിക്ക് ഇൻഡിവിജ്വൽസ് ആൻഡ് കവറിങ് മൗത്ത് ആൻഡ് നോസ് വൈൽ കഫിങ് ആൻഡ് സ്നീസിങ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. ഈ നെക്സ്റ്റ് ഡിസീസാണ് TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്. TB എന്നൊക്കെ പറയും. TB പല ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യലുണ്ട്. അതിൽ മെയിനായിട്ടും പ്രൈമറിലി ഇത് അഫക്റ്റ് ചെയ്യുന്ന ഓർഗനാണ് ലങ്സ്. സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് ഫെറ്റീഗ് അഥവാ ക്ഷീണം, നൈറ്റ് സ്വെറ്റ്സ് പറഞ്ഞാൽ രാത്രികളിലൊക്കെ പൊട്ടി വെറുക്കുന്ന അവസ്ഥ, സഡനായിട്ട് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്, വെയിറ്റ് ലോസ് ഉണ്ടാകും, അതേപോലെ ചെസ്റ്റ് പെയിൻ ആൻഡ് ക്രോണിക് ആയിട്ടുള്ള കഫ് ഉണ്ടാകും. ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ കഫ്, അതേപോലെ സ്നീസ്, ഡ്രോപ്ലെറ്റ്സ്, അവർ സംസാരിക്കുമ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്പ്രെഡ് ആകും. ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ ദി എയർ ആൻഡ് ആഫ്റ്റർ ക്ലോസ് ആൻഡ് പ്രൊലോങ്ഡ് കോൺടാക്ട് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓൾസോ ദർ ഇസ് എ റിസ്ക് ഫോർ ദ ഡിസീസ്. ഓക്കെ, ആ ഇൻഫെക്ഷൻ ഉള്ളവർ ഏറ്റവും ക്ലോസ് കോൺടാക്റ്റ് ആയിട്ട് നന്നായിട്ട് ഇടപഴകുമ്പോൾ എന്തുണ്ടാകും, ഈ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള ചാൻസസും ഉണ്ട്. ഇതിന് പ്രിവെൻറ്റീവ് മെഷേഴ്സ് മെയിൻ ആയിട്ടുള്ളത് BCG വാക്സിൻ. ഓക്കെ, നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നോക്കിയാൽ കാണാൻ പറ്റും. BCG വാക്സിൻ, ബാസിലസ് കാൽമച്ച്-ഗെറിൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഇത് TBക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു വാക്സിനാണ്. ഏർലി ഡിറ്റക്ഷനൊക്കെ ചെയ്താൽ നമുക്ക് റെഗുലർ സ്ക്രീനിങ് വഴി എഫക്റ്റീവ്ലി ഇതിൻ്റെ സ്പ്രെഡിങ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഈസ് മലേറിയ. ആൻഡ് ഇത് നമുക്കറിയാം മെയിനായിട്ടും ഫീവറാണ് ഉണ്ടാക്കുന്നത്. ഫീവർ, ചിൽസ്, അതേപോലെ സ്വെറ്റിംഗ്, ഹെഡ് ഏക്സ്, നോസിയ പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്ന രീതിക്കുള്ള ഒരു ഫീലിംഗ് വരുമല്ലോ, ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ നോസിയ എന്ന് പറയാം. പിന്നെ വൊമിറ്റിങ്. സിവിയർ കേസസ് ആണെന്നുണ്ടെങ്കിൽ അത് അനീമിയ, ഓർഗൻ ഫെയിൽ എന്ന് വെച്ചാൽ ശരീരത്തിലെ ഓർഗൻസ് ഫെയിൽ ആകുക, അതേപോലെ മരണം വരെ സംഭവിക്കാം. ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷൻ നമുക്കറിയാം, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴിയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു പാരസൈറ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മലേറിയൻ്റെ ബാക്ടീരിയക്കുള്ള ഒരു ഹോസ്റ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. ഇത് ബ്ലഡ് സ്ട്രീം നിന്നിട്ട് ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ബ്ലഡ് സ്ട്രീം എന്ത് ചെയ്യും, മറ്റുള്ളിടത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ്, ചുരുക്കി പറഞ്ഞാൽ കൊതുകിനെ അല്ലെങ്കിൽ മൊസ്കിറ്റോസിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതിൻ്റെ ബ്രീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തഡ്സാണ് നമ്മൾ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് ചൂസ് ചെയ്യൽ. ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് യൂസ് ചെയ്യുക, അതേപോലെ സ്ലീപ്പിംഗ് അണ്ടർ ഇൻസെക്ടിസൈഡ് ട്രീറ്റഡ് ബെഡ് നെറ്റ്സ് എന്ന് വെച്ചാൽ ബെഡ് നെറ്റുകൾ. ഓക്കെ, നമ്മൾ പഴയകാലത്ത് കാണുന്ന ആ ബെഡ് നെറ്റുകൾ, അതേപോലെ അത് ഇൻസെക്ടിസൈഡ് കൊണ്ട് ട്രീറ്റും കൂടി ചെയ്തിട്ടുള്ള ബെഡ് നെറ്റ്സ്, ആൻറ്റി മലേറിയൽ മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയകളിൽ. ആൻഡ് മൊസ്കിറ്റോ പോപ്പുലേഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടി നിൽക്കുന്ന വെള്ളം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ഇതിൻ്റെ ബ്രീഡിങ് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് ചിക്കൻ പോക്സ്. നമുക്കറിയാം ഇച്ചി ആയിട്ടുള്ള ഒരു റെഡ് റാഷസ് ആണ് നമ്മൾ സ്കിന്നിൽ വരികയാണ് ചെയ്യുക. അത് ബ്ലിസ്റ്ററായിട്ട് മാറും ആൻഡ് ഇറ്റ് ദെൻ ബ്രേക്സ് ഔട്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഫീവർ ഉണ്ടാകും, ഫെറ്റീഗ് ഉണ്ടാകും, പിന്നെ വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ ഉണ്ടാകും. യൂഷ്വലി 1 to 2 വീക്സ് കൊണ്ട് ഇതൊക്കെ മാറിപ്പോകുന്നതാണ്. ബട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വാരിസെല സോസ്റ്റർ വൈറസാണ് ചിക്കൻ പോക്സിൻ്റെ വൈറസ്. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ചിക്കൻ പോക്സ് ബ്ലിസ്റ്ററിൻ്റെ ഫ്ലൂയിഡ്. ഓക്കെ, ആ ചിക്കൻ പോക്സ് പൊട്ടി അതിൻ്റെ നീര്, അതിൻ്റെ ഫ്ലൂയിഡായിട്ടും കോൺടാക്റ്റ് വന്നാൽ എന്താണ്, ഇത് സ്പ്രെഡ് ആവും. ഹൈലി കണ്ടേജിയസ് ആണ്, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസാണ്. ആൻഡ് പ്രിവെൻഷൻ വേണ്ടിയിട്ട് ചിക്കൻ പോക്സ് വാക്സിനെ യൂസ് ചെയ്യുക, അതേപോലെ ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് പ്ലസ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസിനായിട്ടും ഡയറക്റ്റ് കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് COVID-19. നമുക്ക് എല്ലാവർക്കും വളരെ കൂടുതൽ അറിയുന്നത് മിക്കവാറും ഇത് തന്നെ ആകും. ഫീവർ, കഫിങ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വെച്ചാൽ കിതക്ക്,
അതേപോലെ ഫറ്റീഗ്, ലോസ് ഓഫ് ടേസ്റ്റ് ഓർ സ്മെൽ ആൻഡ് മസിൽ പെയിൻ ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. സിവിയർ കേസസിൽ ന്യൂമോണിയ ആൻഡ് റെസ്പിറേറ്ററി ഫെയിലിയർ വരെ ഉണ്ടാകും ഓർ ഡെത്ത്. പിന്നെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് തന്നെ കഫ് സ്നീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുള്ള ഡ്രോപ്ലെറ്റ്സിൻ്റെ സ്പ്രെഡ് വഴിയാണ്. അതേപോലെ കണ്ടാമിനേറ്റഡ്, ഈ വൈറസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള സർഫസിൽ തൊടുമ്പോഴും എന്തുണ്ടാവും, അങ്ങനെ ഒരു സർഫസ് തൊട്ടിട്ട് പിന്നെ നമ്മൾ മുഖത്തും കൂടി ടച്ച് ചെയ്താൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് മെയിനായിട്ടും വാക്സിനേഷനാണ്. പിന്നെ അതേപോലെ വെയറിങ് മാസ്ക്, ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആൻഡ് റെഗുലർ ഹാൻഡ് വാഷിംഗ് ആണ് ഇതിന് മെയിനായിട്ടുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഐസൊലേറ്റ് ചെയ്യാൻ എന്നാണുള്ളത് മെയിൻ പ്രിക്കോഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത് നമുക്ക് പറയാം മഞ്ഞപ്പിത്തം, ഓക്കെ, അല്ലെങ്കിൽ ജോണ്ടിസ് കോസിങ് ആയിട്ടുള്ള വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് പല തരം ഉണ്ട്, ABCDE വരെ ഉണ്ട്. അത് ഓരോ വൈറസിന് തരത്തിനനുസരിച്ച് മാറും. ആൻഡ് ഇത് മെയിനായിട്ട് നമുക്ക് ലിവറിനെയാണ് എഫക്റ്റ് ചെയ്യുക. സിംറ്റംസ് ആയിട്ട് ഫറ്റീഗ്, സ്നോസിയ, വോമിറ്റിംഗ്, അബ്ഡമിനൽ പെയിൻ, ജോണ്ടിസ് എന്ന് വെച്ചാൽ യെല്ലോയിങ് ഓഫ് സ്കിൻ ആൻഡ് ഐസ് ഉണ്ടാകുന്നതാണ്. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷനാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഫീക്കൽ മാറ്റർ കൊണ്ട് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി വേസ്റ്റ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും മറ്റൊരാൾ കഴിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്, സ്പ്രെഡ് ആവുന്നത്. അതേപോലെ പോർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീനൊക്കെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഇഷ്യൂ, കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്. പ്രിവെൻറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും വാക്സിനേഷൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ ഉണ്ട്. പിന്നെ ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് ലൈക്ക് യൂസിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് അവോയ്ഡിങ് കൺസംഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ്. നെക്സ്റ്റ് വൺ ഇസ് ഡയേറിയൽ ഡിസീസസ്. എന്ന് വെച്ചാൽ ഡയറിയ പല റീസൺ കൊണ്ട് ഉണ്ടാകാം. ഓക്കെ, ഇതിൽ സിംറ്റംസ് ആയിട്ട് മെയിനായിട്ടുള്ളത് ഫ്രീക്വൻറ്റ് വാട്ടറി സ്റ്റൂൾസ് ആണ് ആൻഡ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഓവർ ഡയേറിയ ഉണ്ടാകുമ്പോൾ തന്നെ വെള്ളം കുറഞ്ഞു പോയിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, അബ്ഡമിനൽ പെയിൻ ഉണ്ടാകും, ഫീവറും വോമിറ്റിങ്ങും ഉണ്ടാകും. സിവിയർ കേസസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഡയേറിയ കൊണ്ട് മാൽന്യൂട്രീഷൻ ഉണ്ടാകും, ആൾ പറ്റ ക്ഷീണിച്ച് മെലിഞ്ഞു പോകും, ഡെത്ത് വരെ ഉണ്ടാകാം, എസ്പെഷ്യലി അണ്ടർ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 5. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ പല വൈറസസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കുറച്ച് സിവിയർ ആയിട്ടുള്ള വൈറസാണ് റോട്ടാ വൈറസ്. ഇതിനെതിരെയും വാക്സിൻ ഉണ്ട്, റോട്ടാവാക് എന്ന് പറഞ്ഞ വാക്സിൻ ഉണ്ട്. അതേപോലെ ഈക്കോളി പോലത്തെ ബാക്ടീരിയ, ഈ ഈക്കോളിയൊക്കെ നോർമലി നമ്മളെ ശരീരത്തിൽ ഉള്ളതാണ്, ബട്ട് അതിൻ്റെ കൗണ്ട് കൂടുമ്പോഴൊക്കെയാണ് എന്ത് വരുന്നത്, ഇങ്ങനത്തെ ഡയറിയ പോലത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതേപോലെ മറ്റുള്ള പാരസൈറ്റ്സിൻ്റെ സ്പ്രെഡിങ് വഴി ഈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി സ്പ്രെഡ് ചെയ്യുമ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, ഡയറിയ ആയിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്യുക, പ്രോപ്പർ സാനിറ്റേഷൻ, റെഗുലർ ഹാൻഡ് വാഷിംഗ് ആൻഡ് വാക്സിനേഷൻ, റോട്ടാ വൈറസ് വാക്സിൻ പോലത്തെ വാക്സിനേഷൻ യൂസ് ചെയ്യുക, പ്രോപ്പർ ഫുഡ് ഹാൻഡ്ലിംഗ് ആൻഡ് ഹൈജീൻ പ്രാക്ടീസസ്. പിന്നുള്ളതാണ് കോളറ. കോളറ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയ ആണ്. സിംറ്റംസ് ആയിട്ട് പ്രൊഫ്യൂസ് വാട്ടറി ഡയറിയ തന്നെ ഉണ്ടാകും, വോമിറ്റിംഗ്, ഡീഹൈഡ്രേഷൻ ആൻഡ് ക്രാംസ് ഉണ്ടാകും. ക്രാംസ് പറഞ്ഞാൽ വേദനകൾ. ഓക്കെ, പിന്നെ ഫാറ്റൽ ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഡയറിയൻ്റെ ഒരു രൂപമാണ് കോളറ. ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക ട്രീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ. ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുക, എസ്പെഷ്യലി ഡ്യൂ ടു പോർ സാനിറ്റേഷൻ. ഓക്കെ, വേസ്റ്റ് റിമൂവൽ, അതേപോലെ വേസ്റ്റ് പ്രോസസ്സിങ്, അതിൻ്റെ റിമൂവലൊന്നും പ്രോപ്പറായിട്ട് നടക്കാതെ നമ്മളാണ് പോർ സാനിറ്റേഷൻ്റെ ഇഷ്യൂസ് വരാം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്പ്രെഡിങ്ങും ഇതൊക്കെ ഭക്ഷണത്തിലേക്കും എത്തുന്നത്. ആ രീതിക്കാണ്. പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ സാനിറ്റേഷൻ. ഏകദേശം എല്ലാത്തിനും പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് സെയിം ആണ്. പിന്നെ കോളറ ഒക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയകളാണെന്നുണ്ടെങ്കിൽ അവിടെ കോളറ വാക്സിനേഷൻ എടുക്കുക. അതേപോലെ ഓറൽ റീഹൈഡ്രേഷൻ, ORS എന്ന് പറയും, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു പൊടിയാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഈ ഡീഹൈഡ്രേഷൻ വെള്ളം പോകുന്നതിനനുസരിച്ച് അതൊക്കെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ പറയുമ്പോൾ ഇതേപോലത്തെ ഒരു പ്ലാക്ക് പോലത്തെ ഒരു ബ്ലോക്ക് വരുന്ന സാധനമാണ് ത്രോട്ടിൽ. സോർ ത്രോട്ട്, ഫീവർ, എൻലാർജ്ഡ് ഗ്ലാൻസ് ആണ് ഭാഗത്ത് വരുന്നത്, ട്രോൺസസ് ആണ് മെയിനായിട്ടും. തിക്ക് ലെയർ ഓഫ് ഗ്രേ മെറ്റീരിയൽ ആണ് ഉണ്ടാകുക ഈ തൊണ്ടയിൽ. ആൻഡ് ഇറ്റ് ക്യാൻ ഒബ്സ്ട്രക്ട് ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുന്നതിന് തന്നെ തടസ്സപ്പെടുത്തും. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് യൂസ് വഴി, അതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഓർ ഒബ്ജക്ട്സ് വഴി. സോറ് പറയുമ്പോൾ മുറിവുകൾ, ഇതൊക്കെ ടച്ച് ചെയ്യുമ്പോൾ കോണ്ടാക്ട് വരുമ്പോൾ തന്നെ അത് ട്രാൻസ്മിറ്റ് ആയി പോകും. പ്രിവെൻഷന് DPT വാക്സിനേഷൻ എന്ന് വെച്ചാൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്നുള്ള TT എന്നുള്ള 3 വാക്സിനേഷനും ഒറ്റ സാധനമായിട്ടാണ് ലഭിക്കുന്നത്. ഡിഫ്തീരിയക്കുള്ളതും പെർട്ടൂസിസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പിന്നെ TT. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള പ്രിവെൻഷന് ഏർലി ഡയഗ്നോസിസും ആൻറ്റിബയോട്ടിക്സും ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ, മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിന് ഏറ്റവും കോട്ട് ചെയ്ത് കിടക്കണ ഒരു ലെയർ ഓഫ് ഒരു മെംബ്രെയിനാണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബ്രെയിനിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് ഉണ്ടാവുക.
ഈ സ്കള്ളിൻ്റെ താഴെ ഓക്കെ ഇതിന് നേരെ മേലെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടുള്ളതാണ് മെനിഞ്ചസ്. അതിന് ഇൻഫെക്ഷൻ വരാണ്, ബാക്ടീരിയ വന്ന് ഇൻഫെക്റ്റ് ചെയ്യാണ്. സിംറ്റംസ് ആയിട്ട് കാണുന്നത് ഫീവർ, ഹെഡ് ഏക്ക്, സ്റ്റിഫായിട്ടുള്ള നെക്ക്, അതേപോലെ നോസിയ, വൊമിറ്റിംഗ്, കൺഫ്യൂഷൻ, പിന്നെ ഭയങ്കര ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി തോന്നുക, അങ്ങനത്തെയൊക്കെയാണ് സിംറ്റംസ് വരാം. ട്രാൻസ്മിഷൻ മെയിനായിട്ടും റെസ്പിറേറ്ററി സെക്രീഷൻസ് പോലെ തന്നെ ഡ്രോപ്ലെറ്റ്സ് വഴി തന്നെയാണ്. കഫിങ്, കിസ്സിങ്, ഷെയറിങ് യൂട്ടൻസിൽസ് ഓക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്ത പാത്രം ഷെയർ ചെയ്യാം. പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ HIV വാക്സിൻ ഉണ്ട്, മെനിഞ്ചോ കൊക്കൽ വാക്സിൻ എന്നാണ് ഇതിന് പറയാം. ഏർലി ട്രീറ്റ്മെൻറ്റാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരടുത്ത് നിന്ന് ക്ലോസ് കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ്. വൂപ്പിംഗ് കഫ് പറയുമ്പോൾ കുട്ടികളിലാണ് മെയിനായിട്ട് ഇത് വരിക. ഭയങ്കര സിവിയർ ആയിട്ടുള്ള കഫാണ് വൂപ്പിംഗ് കഫ് എന്നുള്ളത്. ആ പേര് വരാൻ തന്നെ കാരണം അതിൻ്റെ സൗണ്ടിൻ്റെ പവർ കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഫീവറിഷ് കഫിങ് ഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു കുരച്ചിട്ടൊരു നമ്മൾ തുമ്മി അടുപ്പിച്ച് തുമ്മണ പോലെ തന്നെ അടുപ്പിച്ച് കുരച്ച് ക്ഷീണിക്കുന്ന സിറ്റുവേഷൻസ് വരാം. കഫിങ് ഫിറ്റ് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. വൊമിറ്റിംഗ്, അതേപോലെ ഫെറ്റിഗ് ആൻഡ് വൂപ്പിംഗ് സൗണ്ടോട് കൂടിയിട്ടുള്ള ചുമ. ഓക്കെ, പിന്നെ ട്രാൻസ്മിഷൻ വരുന്നത് ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ വഴിയാണ്. ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് ത്രൂ ഡ്രോപ്ലെറ്റ്സ് ബൈ കഫിങ് ഓർ സ്നീസിങ്. പ്രിവെൻഷൻ വരുന്നത് DPT വാക്സിൻ, നേരത്തെ പറഞ്ഞ DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് TT വാക്സിനേഷനിൽ ഉൾപ്പെടും. മെയിനായിട്ടും പ്രിവെൻറ്റ് ചെയ്യേണ്ടത് കുരക്കുമ്പോഴൊക്കെ ചുമക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, മുഖം കവർ ചെയ്യുക, മൗത്ത് കവർ ചെയ്യുക, അതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് വൺ ഇസ് മീസിൽസ്. മീസിൽസ് ഇപ്പോൾ പറഞ്ഞ പോലെ റാഷസ് ആണ് അപ്പിയർ ചെയ്യുക. ഹൈ ഫീവർ, കഫ്, റണ്ണി നോസ്, അതേപോലെ റെഡ് ആൻഡ് വാട്ടറി ഐസ് ഉണ്ടാകും. നമ്മൾ കണ്ണൊക്കെ ചോത്ത് ആകെ കലങ്ങിയ പോലെ ആവും ഉണ്ടാവുക. റെഡ് റാഷസ് ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ. ട്രാൻസ്മിഷൻ മെയിൻലി ഒരു വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇതും സ്പ്രെഡ് ചെയ്യുന്നത്. പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ MMR വാക്സിൻ. ഓക്കെ, മീസിൽസ്, മംസ്, റുബെല്ല ഇത് മൂന്നിനും കൂടി ഉള്ളതാണ് ഒറ്റ വാക്സിനാണ് MMR. പിന്നെ മെയിനായിട്ടും ഐസൊലേഷനാണ് റെക്കമെൻഡ് ചെയ്യണത്, പ്ലസ് വാക്സിനേഷനും. പിന്നുള്ളതാണ് ഡെങ്കി ഫീവർ. ഇതും നമുക്കറിയാം ഒരു മൊസ്കിറ്റോ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഏഡിസ് മൊസ്കിറ്റോ, എസ്പെഷ്യലി ഏഡിസ് ഈജിപ്തി എന്ന് പറയും. ഡേ ടൈമിലാണ് ഇത് മെയിനായിട്ട് ആക്റ്റീവ് ആവുക. സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ, സ്കിൻ റാഷ്, അതേപോലെ ചില സമയത്ത് ബ്ലീഡിങ് വരെ ഉണ്ടാകും. എക്സ്ട്രീം ആകുകയാണെന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് വരിക. അതേപോലെ ഡെങ്കി ഹെമറാജിക് ഫീവർ. ഹെമറാജിക് പറയുമ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉള്ളിൽ വരുന്ന രീതിക്കുള്ള ഫീവർ ഉണ്ടാകുക. പ്രിവെൻഷൻ മെയിനായിട്ടും മൊസ്കിറ്റോ റിപ്പലൻസ്, മൊസ്കിറ്റോ നെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതേപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം, സ്റ്റാൻഡിങ് വാട്ടറൊക്കെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതേപോലെ ഹൈ റിസ്ക് ഏരിയാസിലാണെങ്കിൽ വാക്സിൻ എടുക്കുക. പിന്നുള്ളതാണ് ടൈഫോയിഡ് ഫീവർ. ഇതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടും ഫുഡ് കണ്ടാമിനേഷൻ വഴിയാണ് ഇത് വരുന്നത്. ഫീവർ, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, ഹെഡ് ഏക്ക് ഒക്കെയാണ് ഇതിന് മെയിനായിട്ട്. ചില സമയത്ത് റാഷസുമായിട്ട് കാണാറുണ്ട്. സിവിയർ കേസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻസിൽ എന്ത് വരുന്നുണ്ട്, പെർഫറേഷൻ അഥവാ ഓട്ടകൾ ലാസ്റ്റ് വരും. ഈ ബാക്ടീരിയ പോയിക്കാണ്ട് അറ്റാക്ക് ചെയ്തിട്ട് വാൾസ് ഓട്ടോട്ട് വരുന്ന കേസസ് ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട്. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയ വഴിയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ഇതാണ്ട് കാരണക്കാരൻ ഇയാളാണ് സാൽമണല്ല ടൈഫി. ഓക്കെ, മെയിനായിട്ടും സ്പ്രെഡ് ആവാനുള്ള റീസൺ പുവർ സാനിറ്റേഷൻ. പ്രിവെൻഷൻ അപ്പോൾ ഇതുപോലെ തന്നെ പുവർ സാനിറ്റേഷൻ ആയിട്ടുള്ള ചാൻസസ് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതേപോലെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ്, ഗുഡ് സാനിറ്റേഷൻ, പ്രോപ്പർ ഫുഡ് ഹാൻഡ്ലിങ്. ഓക്കെ, കണ്ടാമിനേഷൻ വരാത്ത രീതിക്ക് ഫുഡ്സിനെ ഹാൻഡിൽ ചെയ്യുക. പിന്നുള്ളതാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇതിൻ്റെ മെയിൻ റീസൺ. സിംറ്റംസ് ആയിട്ട് ഫീവർ, ഫെറ്റീഗ്, അതേപോലെ നമ്മൾ ലിംഫ് നോഡ്സ് സ്വെല്ല് ചെയ്യുക, എന്നുവെച്ചാൽ വീർക്കുന്ന രീതിക്ക്, വീക്കങ്ങൾ വരുന്ന രീതിക്ക് ഉണ്ടാകും. ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ വീക്കാവും, പ്രതിരോധശേഷി നഷ്ടപ്പെടും. അതേപോലെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇൻഫെക്ഷന്, ക്യാൻസേഴ്സൊക്കെ വരുന്ന കണ്ടീഷൻ ഉണ്ടാകും ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ. ട്രാൻസ്മിഷൻ മെയിനായിട്ടും ബ്ലഡ് അല്ലെങ്കിൽ സെക്ഷൽ കോൺടാക്റ്റ്, അതേപോലെ നീഡിൽസ് ഷെയർ ചെയ്യുമ്പോൾ ഫ്രം മദർ ടു ചൈൽഡ്. ഓക്കെ, പ്രഗ്നൻസിയിലൊക്കെ സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസാണ്. പ്രിവെൻഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ പ്രാക്ടീസിങ് സേഫ് സെക്സ് ആൻഡ് അവോയ്ഡിങ് നീഡിൽ ഷെയറിങ്. എന്നുവെച്ചാൽ ഒരു നീഡിൽ യൂസ് ചെയ്താൽ അത് അപ്പം തന്നെ കൊണ്ടുപോയി കളയുക. റെഗുലർ ടെസ്റ്റിങ് ചെയ്യുക. ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി, ആർട്ട് എന്ന് പറയും. ഇത് ഇതിൻ്റെ ഒരു തെറാപ്പിയാണ്. ആൻഡ് മാനേജിങ് HIV ഇൻഫെക്ഷൻ പ്രോപ്പർലി. നെക്സ്റ്റ് വൺ ഈസ് സ്കേബീസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളിവിടെ അങ്ങനെ അപ്പിയർ ചെയ്യാത്ത, നമുക്ക് പൊതുവേ കാണാത്ത ഒരു ഡിസീസാണ്. ബട്ട് സ്റ്റിൽ കമ്മ്യൂണിക്കബിൾ. ഇതൊരു നമ്മൾ പേൻ പോലത്തെ, ലൈസ് പോലത്തെ ഒരു ഇൻസെക്റ്റാണ് ഇതിന് കാരണക്കാരൻ. നമ്മൾ സ്കിന്നിൻ്റെ അടിയിൽ ബറോ ചെയ്തിട്ടാണ് ഇത് ഇൻഫെക്ഷൻ, റാഷസ് പോലെ ഉണ്ടാകും. സ്കേബീസ് കാരണം ഇതുകൊണ്ട് തന്നെ ഇൻറ്റൻസ് ഇച്ചിങ് ഉണ്ടാകും, എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ്. അപ്പോൾ ആ ടൈമിലാണ് ആ ഒരു ഇൻസെക്റ്റ് ആക്റ്റീവ് ആവുക. ഒരു പിമ്പിൾ പോലെ സ്കിന്നിലൊക്കെ റാഷസ് പോലെ ഉണ്ടാകും ഡ്യൂ ടു മൈറ്റ്സ്. ഓക്കെ, ഈ സ്കേബീസിൻ്റെ മൈറ്റ് ബറോ ചെയ്യണതാണ്, തുരന്ന് കയറുന്നതാണ് സ്കിന്നിൻ്റെ ഉള്ളിൽ.
അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആണ്. അതേപോലെ ബെഡൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, അതേപോലെ ക്ലോത്ത് ഷെയർ ചെയ്യുമ്പോൾ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരായിട്ട് ക്ലോത്തും ബെഡൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഇത് സ്പ്രെഡ് ആവുന്നത്. പ്രിവെൻഷൻ വരുന്നത് ക്ലോസ് കോണ്ടാക്റ്റൊക്കെ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക. അതേപോലെ ക്ലോത്തും ഇവരെ ബെഡൊക്കെ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യുക. അതേപോലെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള പ്രിവെൻഷൻ. ലാസ്റ്റ് വൺ ഈസ് റിംഗ് വോം ഇൻഫെക്ഷൻ. അതപ്പോൾ വട്ടച്ചൊറി നമ്മൾ പറയും. ഇതൊരു റെഡ് സർക്കുലർ റാഷ് ആയിട്ടാണ് കാണുക. നമ്മളെ സ്കിന്നിൻ്റെ നടുവിൽ, ആ വട്ടത്തിൻ്റെ നടുവിൽ എന്താവും കുറച്ച് ക്ലിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത്ര റെഡിഷ്നെസ് ഉണ്ടാവില്ല. യൂഷ്വലി ഇച്ചി, അതേപോലെ കുറച്ചും കൂടി ഒരു സ്കെയിലി ടൈപ്പ്, കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള റാഷസ് ആണ്. ട്രാൻസ്മിഷൻ മെയിനായിട്ടും ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്റ്റ് വഴി തന്നെയാണ്. അതേപോലെ അനിമൽസ്, അതേപോലെ കണ്ടാമിനേറ്റഡ് സർഫസസ് ലൈക്ക് ഈ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് യൂസ് ചെയ്ത ടവൽസ്, അതേപോലെ ഫ്ലോർ എന്ന് വെച്ചാൽ നിലം വഴി തന്നെ ഇത് പടരും. പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള മെഷർമെൻറ്റ് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പേഴ്സണൽ ഐറ്റംസ് ഒന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക, അതേപോലെ പെറ്റ്സിനൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ എക്സാമ്പിൾസ്. സിംറ്റംസും ട്രാൻസ്മിഷനും പ്രിവെൻഷൻ സ്ട്രാറ്റജീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.